Students, welcome back to Arts Tech Tutorials Signatures Common Course English 3rd Semester EG Program Calicut University. Dear students, have you watched the introduction part of this poem when I was growing up? If not, watch the introduction part first. The link of the video is added in the description box. Open the link, watch the tutorial video so that you will get a better idea and a good continuation. When I Was Growing Up by Nellie Wong. Nellie Wong often says, when women rise, everyone will rise. When women rise, everyone will rise. Okay, let's begin today's session by discussing identity crisis. What is this identity crisis? Identity എന്ന് പറഞ്ഞാൽ our role in the society or our unique future, അതായത് സവിശേഷത, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ റോള്, നമ്മുടെ സവിശേഷത, നമ്മുടെ വ്യക്തിത്വം, ഇവയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ്, സ്വയമായിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യത്തെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐഡൻറ്റിറ്റി എന്ന ആ വാക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഇവയെക്കുറിച്ചുള്ളൊരു ബോധം അല്ലെങ്കിൽ ബോധ്യം, സ്വബോധത്തെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഇവയെപ്പറ്റി നമുക്കുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ വ്യക്തതക്കുറവ്, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വത്വ ബോധം നഷ്ടപ്പെടുക എന്നൊക്കെ പറയില്ലേ. അതായത് സൊസൈറ്റി തന്നെ ശരിക്കും എൻ്റെ റോൾ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ഏത് വാല്യൂസാണ് ഫോളോ ചെയ്യേണ്ടത്, എനിക്കുള്ള സവിശേഷത ശരിക്കും ഉള്ളതാണോ, അത് മറ്റുള്ളവർ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഇതാണോ എൻ്റെ റിയലായിട്ടുള്ള സവിശേഷത. സോ ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ വ്യക്തതക്കുറവുകളെയാണ് നമ്മൾ ഒരു പരിധി ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മുടേതായ ഒരു കൃത്യമായിട്ടുള്ളൊരു പങ്ക് അല്ലെങ്കിൽ റോള് നമുക്ക് ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. ഇനി കുറച്ചുകൂടെ പറയുമ്പോൾ നെക്സ്റ്റ്, ഇഫ് സംബഡി ഗോസ് ടു അനദർ നേഷൻ ആൻഡ് സെറ്റിൽസ് ദെയർ, ഫോർ എക്സാമ്പിൾ നമ്മളിൽ ആരെങ്കിലും കാനഡയിൽ പോയി സെറ്റിലായി എന്നിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് കുട്ടികൾക്ക്, മക്കൾക്ക് ഒരു പരിധി വരെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ദാറ്റ് ഈസ് വെദർ യു റിയലി ബിലോങ് ടു ഇന്ത്യ ഓർ കാനഡ, വെദർ യു ആർ ആൻ ഇന്ത്യൻ ഓർ എ കനേഡിയൻ, വിച്ച് മീൻസ് അതായത് നിങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പൊക്കെ ലഭിച്ചു, കാനഡയിലൊരു പൗരത്വമൊക്കെ ലഭിച്ചു എങ്കിലും സംടൈംസ് ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, നിങ്ങളൊരു കാനഡക്കാരനാണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണോ, റിയലി ആഫ്റ്റർ ഓൾ ഞാൻ ആരാണ്. സംടൈംസ് അങ്ങനെ തോന്നാൻ സാധ്യത. സംടൈംസ് അതായത് ഇപ്പോൾ കനാഡിയൻ വാല്യൂസ് അല്ലെങ്കിൽ കനാഡിയൻ കൾച്ചറാണോ യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലിപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ വാല്യൂസ്, ഇന്ത്യൻ ബിലീഫ്, ആ ഒരു സിസ്റ്റമാണോ എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാനത് ഈ ഞാൻ നിൽക്കുന്ന ഇടത്ത് ഞാൻ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻസിന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസ് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും, അവർക്കിടയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഷയം എടുക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതലായിട്ട് തോന്നാം. ബിക്കോസ് മെയിൽ ഓർ ഫീമെയിൽ, അതായത് സൊസൈറ്റിയിൽ മനുഷ്യനെന്ന നിലയിൽ മെയിൽ റോളാണോ അതോ ഫീമെയിൽ റോളാണോ തനിക്കുള്ളത് എന്നുള്ള കൺഫ്യൂഷൻ ഒരു പരിധി വരെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങളെ, ഇത്തരം ആപൽഘട്ടങ്ങളെ ഒക്കെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുക. ഇൻ ഷോർട്ട് വി ക്യാൻ സേ കൺഫ്യൂഷൻ ഇൻ ഫൈൻഡിങ് ഔട്ട് വൺസ് സ്പേസ് ഇൻ ദ സൊസൈറ്റി. ഐഡൻറ്റിറ്റി ക്രൈസിസുമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇൻസെക്യൂരിറ്റി. ഫസ്റ്റ്, ഇൻസെക്യൂരിറ്റി, ഒരു സുരക്ഷിത ബോധമില്ലായ്മ, അസുരക്ഷിതാവസ്ഥ, കൺഫ്യൂഷൻ, വ്യക്തതക്കുറവുകൾ ഉണ്ടാകാം. ക്ലാഷ് ഓഫ് കൾച്ചർ, ബിലീഫ്സ്, വാല്യൂസ് മേ ഒക്കർ. സോ ക്ലാഷ് മീൻസ് സംഘടനം, അതായത് ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കൾച്ചർ, കനാഡിയൻ കൾച്ചർ,
വെസ്റ്റേൺ കൾച്ചർ, ഈസ്റ്റേൺ കൾച്ചർ, ഇത് തമ്മിലുള്ളൊരു സംഘടനം. ഏതാണ് ശരി, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏത് സ്വീകരിക്കുമ്പോഴാണ് എന്നെ സൊസൈറ്റി അംഗീകരിക്കുന്നത്. സോ ദെൻ ക്ലാഷ് ഓഫ് ബിലീവ്സ്, വാല്യൂസ് ഒക്കെ സംഭവിക്കും. ഇതിൻ്റെ റിസൾട്ടാണ്. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ക്യാൻ ബി ഒക്കേർഡ് അറ്റ് എനി ഏജ്. ഏത് സമയത്തും മനുഷ്യജീവിതത്തിൽ ഏത് ഏജിലും ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് അറ്റ് എനി ടൈം, അറ്റ് എനി വെയർ ഇത് സംഭവിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഇത് ടീനേജ് ടൈമിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്ക് മാറുമ്പോൾ അധികമായിട്ട് മനുഷ്യർക്കിടയിൽ സംഭവിക്കാറുണ്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ്. നെക്സ്റ്റ്, ഇറ്റ് മേ ബാഡ്ലി അഫക്റ്റ് ഫിസിക്കലി. Though identity crisis very much associated with a psychological state, a person's psychological state, മാനസിക വിഷയമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്. എന്നിരുന്നാലും ഈ മാനസിക പ്രശ്നം, ഈ മാനസിക വിഷയം ശാരീരിക തലത്തിലേക്ക് വരെ ഇത് ബാധിക്കാം. ഓക്കെ, ശാരീരികമായിട്ടുള്ള മറ്റു രോഗങ്ങളിലോ മറ്റു ബുദ്ധിമുട്ടുകളിലേക്കോ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് കൊണ്ടെത്തിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, നോട്ട് നീഡ്. ദെൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, ഈ ഒരു സ്വത്വബോധ നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കോമൺ ഫിനോമിനൻ എമംഗ് ഇമിഗ്രൻസ്. ഇമിഗ്രൻസിനിടയിൽ, അതായത് സെറ്റിലേഴ്സിനിടയിൽ, നമ്മൾ കുടിയേറ്റക്കാരെന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് സൈലൻസ് അല്ലെങ്കിൽ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്, ഈ പോയംസിലൊക്കെ ഇമിഗ്രൻ്റ് ഇഷ്യൂസാണ് വരുന്നത്. ചൈനീസ് അമേരിക്കൻ, ജാപ്പനീസ് അമേരിക്കൻസ്. സോ ഈ ഇത്തരം ഇമിഗ്രൻസിനിടയിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് നല്ല രീതിയിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. സോ ഇമിഗ്രൻസിനിടയിലുള്ള പ്രശ്നമല്ല, ഇമിഗ്രൻസിനുള്ള ഒരു പ്രശ്നമാണ് ഇനി പറയുന്നത് ആക്ച്വലി സസ്പീഷൻ. അതായത് ഈ ഇമിഗ്രൻസിന് അവരെത്ര വർഷം പൗരത്വമൊക്കെ ഉണ്ട് എങ്കിലും മറ്റൊരു രാജ്യത്ത് അവർ പലപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിലായിരിക്കാം. നമ്മളിപ്പോൾ തന്നെ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് കോൾ ദിസ് വൈറസസ് ചൈനീസ് വൈറസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ചൈനീസ് അമേരിക്കൻസ് ഈ നമ്മുടെ അമേരിക്കൻ ജനതയുടെ സംശയത്തിന് നിഴലായി എന്നുള്ള ഒരു സത്യമാണ്. അത് നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അവരൊരു പരിധി വരെ കുറേ സമയത്തേക്കെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. ദേ വർ ആക്ച്വലി സോ മച്ച് ഡിസ്ക്രിമിനേറ്റഡ്. ഓക്കെ, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ചൈനീസ് അമേരിക്കൻസ് പോലും ഈ സമയത്ത് പോലും ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അവരെ ഒരു പരിധിവരെ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. സോ സസ്പീഷൻ. ദെൻ നെക്സ്റ്റ്, ബോഡി ഷെയ്മിങ്. അതായത് ബോഡി ഷെയ്മിങ്ങിനോ നമ്മുടെ അപ്പിയറൻസിന് അല്ലെങ്കിൽ ഫേഷ്യൽ ലുക്കിലൊക്കെ ഉള്ള വ്യത്യാസം അത് വച്ചിട്ട് കളിയാക്കൽ, അതാണ് ബോഡി ഷെയ്മിങ്. നെക്സ്റ്റ്, ഐസൊലേറ്റിംഗ്, ഒറ്റപ്പെടുത്തൽ. നെക്സ്റ്റ്, വേർഡ് അബ്യൂസ്, വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, തെറി പറയുക. നെക്സ്റ്റ്, ഈവൻ മർഡർ. ഇമിഗ്രൻസിനുള്ള മറ്റൊരു പ്രശ്നമാണ് ജോർജ് ഫ്ലോയിഡിനൊക്കെ സംഭവിച്ചതുപോലെ ഈവൻ കൊലപാതകത്തിൽ വരെ ഈ വിഷയങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ക്വൈറ്റ് റിലവൻറ്റ്, വളരെ പ്രസക്തിയേറിയ വിഷയങ്ങളാണ്. മാത്രമല്ല ഐഡൻറ്റിറ്റി ക്രൈസിസ് ഈസ് ആക്ച്വലി എ ഗുഡ് ടോപ്പിക്, എ ഗുഡ് സബ്ജക്റ്റ് ദാറ്റ് ടു ബി discussed in this poem, in this scenario. Okay, next, where is my country? This is actually a poem written by our dear poetess Nellie Wong, and this poem discusses issues on Chinese American identity. So ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലി വോങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമാണ്, ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ബിക്കോസ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഷീ ബിലോങ് ടു എ ചൈനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി. ഒരു ഇമിഗ്രൻ്റ് ആണ്, ഇമിഗ്രൻ്റ് സെറ്റിലറിൻ്റെ തലമുറയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നെല്ലി വോങ്. സോ തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു വലിയൊരു സമയത്ത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ബേസിൽ നെല്ലി വോങ് എഴുതിയ ഒരു പോയമാണ് വേർ ഇസ് മൈ കൺട്രി, ആൻഡ് ഇറ്റ് ഡിസ്കസസ് ഇഷ്യൂസ് ഓൺ ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റി. നെക്സ്റ്റ്, when I was growing up. So this is our poem. This is the poem that to be discussed throughout this session. So when I was growing up, written by Nellie Wong, there are so many sub-points under this. You can see first, autobiographical poem. So this is actually an autobiographical poem. I already told you, since this lady writer, since this poetess belonged to a Chinese American community, she had to fought against this type of racial discriminations.
ദെൻ സെക്സിസം, ഇതിനെതിരെയൊക്കെ ഒത്തിരി ഫൈറ്റ് ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളും വിഷമതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയമായിരുന്നു, അല്ലെങ്കിൽ ആണ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. സോ ദിസ് ഇസ് ആക്ച്വലി ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ഓട്ടോബയോഗ്രഫിക്കൽ ആത്മകഥാംശമുള്ള ഒരു പോയമാണ്. നെക്സ്റ്റ്, when I was growing up highlights the identity crisis experienced by the Asian Americans. So this is a good sentence to be studied. ഒന്ന് പഠിച്ചു വയ്ക്കുക, വളരെ എളുപ്പമാണ്. ഇറ്റ് ഹൈലൈറ്റ്സ്, ഇത് ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വാക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഏഷ്യൻ അമേരിക്കൻസ്. ഏഷ്യൻ അമേരിക്കൻസ് ആ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമായ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് എടുത്തു പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രതിപാദ വിഷയം അല്ലെങ്കിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പോയത്തിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് തന്നെയാണ്. നെക്സ്റ്റ്, the poem depicts the past of the poet, her early childhood and adolescence. So ഈ പോയത്തിൽ ഒന്ന് ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന് പറഞ്ഞു, മറ്റൊന്ന് ഈ പോയം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന തീമാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്ന, ഹൈലൈറ്റ് ചെയ്യുന്നത്. ആരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്? അത് ഏഷ്യൻ അമേരിക്കൻസിൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ഓക്കെ, അതായത് ഇവർ ഉൾപ്പെട്ടിരുന്ന രാജ്യമായ ചൈന ഉൾപ്പെടുന്ന രാജ്യം, ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. സോ ഈ ഏഷ്യൻ അമേരിക്കൻസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നത് പോയറ്റിൻ്റെ പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. പോയറ്റിനൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു, ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ വെളിവാക്കുന്നത്. ഹെർ ഏർലി ചൈൽഡ്ഹുഡ്, പോയറ്റിൻ്റെ ഒരു കുട്ടിക്കാലം അഥവാ ബാല്യകാലം. പിന്നെ അഡോളസെൻറ്റ് ടൈം. അഡോളസെൻറ്റ് മീൻസ് ടീനേജ് ടൈം, ഒരു കൗമാര പ്രായം. അപ്പോൾ ഏതാണ്ടൊരു 18-19 ടൈം വരെയുള്ള താൻ അനുഭവിച്ച, താൻ കണ്ട ചില കാര്യങ്ങൾ, അതായത് ഈ തൻ്റെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്, the narrator is an Asian American, so that we know it, since she belongs to ചൈന അല്ലെങ്കിൽ ചൈനീസ് അമേരിക്കൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാം ദിസ് നരേറ്റർ ഈസ് ആൻ ഏഷ്യൻ അമേരിക്കൻ വൺ. സോ നരേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പോയം അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന വ്യക്തി. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും അത് നെല്ലി വോങ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കോണ്ടന്റോടെ എഴുതിയതായതുകൊണ്ട് ഇവിടെ ഒരു പരിധിവരെ നരേറ്റർ നമ്മുടെ പോയറ്റ് തന്നെയാണ്. സോ നരേറ്റർ ബിലോങ്സ് ടു ഏഷ്യൻ അമേരിക്കൻ. സോ നെക്സ്റ്റ് പോയിന്റ്, ഷീ ഈസ് ഫോഴ്സ്ഡ് ടു incorporate the dominant white culture and disown her own owing to her fear if being discriminated എന്നാണ്. ഇവിടെ ഷീ റെഫേഴ്സ് ടു നരേറ്റർ. പോയത്തിൽ നരേറ്ററിനാണ് ഇവിടെ ഷീ എന്ന് പറയുന്നത്. മേ ബി അത് നെല്ലി വോങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പോയറ്റസായ നെല്ലി വോങ്ങിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനൻ്റ് വൈറ്റ് കൾച്ചറിനെ ഈ പോയറ്റസ് എന്ത് ചെയ്യുകയാണ്? സ്വീകരിക്കുകയാണ്. അതേസമയം തൻ്റെ സ്വന്തം കൾച്ചറിനെ തിരസ്കരിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ഷീ റിജക്റ്റഡ് ഹെർ കൾച്ചർ, ഹെർ ഓൺ കൾച്ചർ, ആൻഡ് ആഫ്റ്റർ റിജക്റ്റിംഗ്, ആഫ്റ്റർ അബാൻഡനിങ്, ആഫ്റ്റർ ലിവിങ് ബിഹൈൻഡ് ഹെർ ഓൺ കൾച്ചർ, ഷീ അക്സെപ്റ്റഡ്, ഷീ എംബ്രേസ്ഡ് ദ ഡോമിനൻ്റ് വൈറ്റ് കൾച്ചർ. അതായത് തൻ്റെ സ്വന്തം കൾച്ചറിനെ നിരാകരിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട്, അതേസമയം ഉപേക്ഷിക്കുമ്പോൾ വേറൊന്ന് സ്വീകരിക്കണമല്ലോ, അതേസമയം അവിടെ അധികം പേർക്കിടയിൽ നിൽക്കുന്ന ആധിപത്യം പുലർത്തുന്ന വൈറ്റ് കൾച്ചർ, വെള്ളക്കാരുടെ കൾച്ചറിനെ ഈ പോയത്തിൽ അല്ലെങ്കിൽ പദ്യത്തിൽ നരേറ്റർ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ വെൽക്കം ചെയ്യുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്, എംബ്രേസ് ചെയ്യുകയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്, ഓവിങ് ടു ഹെർ ഫിയർ ഇഫ് ബീങ് ഡിസ്ക്രിമിനേറ്റഡ്. സത്യത്തിൽ വേറൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ താൻ ഒറ്റപ്പെട്ടു പോകാം, അല്ലെങ്കിൽ താൻ അവിടെ നിന്നും സിംഗിൾഡ് ഔട്ടാകാം, അല്ലെങ്കിൽ പുറത്താക്കപ്പെടാം. അതുകൊണ്ട് മാത്രം ആണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ സ്വന്തം കൾച്ചർ, ഷി വാസ് ആക്ച്വലി ഫോഴ്സ്ഡ് ടു എന്നും എഴുതിയിട്ടുണ്ട്. നിർബന്ധിതയാകുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ടോ സന്തോഷത്തോടെയോ ഒന്നും അല്ല സ്വന്തം കൾച്ചറിനെ തിരസ്കരിക്കുന്നത്, അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത്. ഷീ ഈസ് ഫോഴ്സ്ഡ് ടു, നിർബന്ധിതയായ ഒരു സ്ത്രീയുടെ
മനോനില അല്ലെങ്കിൽ മാനസിക വ്യാപാരമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ പോയത്തിൽ. ഓക്കെ, അവൾ നിർബന്ധിതയാവുകയാണ് തൻ്റെ വാല്യൂസും താൻ ഫോളോ ചെയ്തു വന്ന കൾച്ചറുമൊക്കെ ഒരു നാൾ എന്ത് ചെയ്യേണ്ടി വരികയാണ്, ഉപേക്ഷിക്കേണ്ടി വരികയും അതേസമയം മറ്റൊരു കൾച്ചറിനെ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഈ പോയത്തിൽ അധികമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ ഹോപ്പ്. See, this is important, and this sentence is actually purely copied from the textbook itself, so that you can study it. You have to study it, and if you can understand and study it, you can easily reproduce on the exam paper during the examinations. Okay, let's continue. The poem analysis the struggle of a young lady to fit into the cultural majority. അപ്പോൾ ദ പോയം അനലൈസ് ചെയ്യുന്നത് ദ സ്ട്രഗിൾ ഓഫ് എ യങ് ലേഡി. ഇപ്പോൾ ഒരു തരം സ്ട്രഗിൾ തന്നെയാണ്. അതായത് പുതിയൊരു കൾച്ചർ, പുതിയൊരു സാഹചര്യത്തിൽ എങ്ങനെയും അവിടുത്തെ സാഹചര്യവുമായിട്ട് ചേർന്ന് പോകാനായിട്ട് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്ന ഒരു യങ് ലേഡിയെക്കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഷി വാസ് ആക്ച്വലി ഫൈറ്റിംഗ് വെരി മച്ച് ടു ഫിറ്റ് ഇൻ ടു ദ കൾച്ചറൽ മെജോറിറ്റി, ടു ഫിറ്റ് ഇൻ ടു ദ ന്യൂ വൈറ്റ് കൾച്ചർ. ആ പുതിയ വൈറ്റ് കൾച്ചറിൽ അല്ലെങ്കിൽ ആ സർവാധിപത്യം പുലർത്തുന്ന ആ സംസ്കാരത്തിൽ ഉൾപ്പെട്ട് നിൽക്കുവാനായിട്ട് ഷി വാസ് ആക്ച്വലി സ്ട്രഗ്ലിങ്. ഈ പോയത്തിലെ നരേറ്റർ. ഓക്കെ, ദെൻ ഈ പോയത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഷീ ഈസ് ഫുൾ ഓഫ് സെൽഫ് ലോത്തിങ് ടുവാർഡ്സ് ഹെർ യെല്ലോ സ്കിൻ ആൻഡ് പെർസീവ്സ് ഹെർ സെൽഫ് ഡേർട്ടി. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം, ഷി വാസ് ആക്ച്വലി ഫീലിംഗ് ദാറ്റ് ഷി വാസ് സോ ഡേർട്ടി. Since she belonged to a Chinese American community, her skin color was actually, her skin color is different. സ്കിൻ കളർ യെല്ലോയിഷ് ലുക്കാണ് കൊടുക്കുന്നത്. അതേസമയം വെള്ളക്കാരുടെ ഒരു വെള്ള അല്ലെങ്കിൽ വൈറ്റ് സ്കിന്നാണ്. സോ സ്വയം തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ദിസ് ലേഡി പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി എ ഡേർട്ടി ബോഡി, ഒരു ഡേർട്ടി ബോഡിയാണ് തനിക്കുള്ളത്. കാര്യം എന്താ, വേറൊന്നും കൊണ്ടല്ല, ആ സ്കിൻ കളർ വ്യത്യാസം ഉള്ളത് കൊണ്ട് മാത്രമാണ്. നെക്സ്റ്റ് ഒരു വേർഡ് അവിടെ എഴുതിയിട്ടുണ്ട്, സെൽഫ് ലോത്തിങ്. ലോത്തിങ് മീൻസ് ഹേറ്റ്രെഡ് എന്നാണ്. സെൽഫ് ഹേറ്റ്രെഡ്, അതായത് സ്വയം ഇവിടെ വെറുക്കുകയാണ് ആ സ്ത്രീ സ്വയം വെറുക്കുകയാണ്. വൈ ഷീ ഹേറ്റഡ് ഹെർ സെൽഫ്? ബിക്കോസ് ഡ്യൂ ടു ഹെർ യെല്ലോ സ്കിൻ ഓർ യെല്ലോ സ്കിൻ കളർ. ആ യെല്ലോ സ്കിൻ കളർ ഉള്ളത് കാരണം സ്വയം ആ ബോഡിയെ തന്നെ വെറുത്തിട്ട് ഷീ കോൾഡ് ഹെർ ബോഡി ആസ് എ ഡേർട്ടി വൺ. നെക്സ്റ്റ് പോയിന്റ്, ബ്യൂട്ടി ഈസ് കോഡഡ് ആസ് വൈറ്റ്. മാത്രമല്ല ഷീ ഹാഡ് എ ഇല്യൂഷൻ, ഒരു തെറ്റായ ഒരു ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ ഇതാണ്, ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, വൈറ്റാണ് ബ്യൂട്ടി. വേറെ ഒന്നും ഈ ലോകത്ത് ബ്യൂട്ടി ആയിട്ട് പറയാൻ സാധിക്കില്ല. യെല്ലോയിഷ് സ്കിൻ കളർ, ബ്ലാക്ക് സ്കിൻ കളർ, ബ്രൗൺ സ്കിൻ കളർ, ഇതൊന്നും എന്തല്ല, ബ്യൂട്ടി അല്ല. എവറിത്തിങ് ഈസ് ആക്ച്വലി ഡേർട്ടി. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വൈറ്റാണ് എന്ത്, ബ്യൂട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിഥ്യാബോധമുള്ള ഒരു സ്ത്രീ, ഒരു നാരേറ്റർ. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് ഷി വാസ് ഫോഴ്സ് ടു തിങ്ക് ഇൻ ദാറ്റ് വേ. ഓക്കെ, നെല്ലി കമൻസ് അബൌട്ട് ദ പോം. ആക്ച്വലി പോം എഴുതി കഴിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് നെല്ലി വോങ് തന്നെ ഇങ്ങനെ സ്വയം പറയുകയുണ്ടായി. ഈ പോയം എഴുതിയ സമയത്തും അല്ലെങ്കിൽ ഈ പോയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദാറ്റ് ആസ് എ ചൈൽഡ് ഐ യൂസ്ഡ് ടു ഡെസ്പറേറ്റ്ലി വിഷ് ഫോർ പെയിലർ സ്കിൻ, ലൈറ്റർ ഹെയർ ആൻഡ് റൗണ്ടഡ് ഐസ്. ആക്ച്വലി നെല്ലി വോങ് തന്നെ സ്വന്തമായിട്ട് റിവീൽ ചെയ്യുകയാണ്, ഡിസ്ക്ലോസ് ചെയ്യണം. ആക്ച്വലി ഞാൻ അന്ന് ഒരു ചൈൽഡൊക്കെ ആയിരുന്നപ്പോൾ, മേ ബി എൻ്റെ ബാല്യകാലം കൗമാരകാലത്തൊക്കെ ഞാനൊരു പെയിലർ സ്കിൻ ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഒരു വൈറ്റ് സ്കിൻ നേടാനായിട്ട്, ഒരു ലൈറ്റർ ഹെയറിന് വേണ്ടിയിട്ട്, ഒരു ലൈറ്റ് നിറത്തിലുള്ള, നമുക്കറിയാം അമേരിക്കൻ ഫിഗേഴ്സൊക്കെ അവരുടെ സ്കിൻ കളർ, അവരുടെ ഹെയർ ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലാകുക ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആൻഡ് റൗണ്ടഡ് ഐസ്. The poem is written in the past tense. So, ഈ poem എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the notable aspects of the structure of the poem are the intended stanzas and very little usage of capitalization.
അതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ സംബന്ധിച്ചിട്ട്. ഒന്ന് ഇൻറ്റൻഡഡ് സ്റ്റാൻസാസ് ആണ്. ഇൻറ്റൻഡ് ചെയ്യുക എന്ന് പറയത്തില്ല, അതായത് പുട്ടിങ് മോർ സ്പേസ്. നമ്മൾ ഈ കീബോർഡിൽ ടാബ് എന്ന കീ ഉപയോഗിച്ച് നമ്മൾ സ്പേസ് കൂടുതൽ ചെയ്യുന്നതിനാണ് ഇൻറ്റൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ആൻഡ് വെരി ലിറ്റിൽ യൂസേജ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. പിന്നെ ഇതിൽ വളരെ കുറച്ച് മാത്രമേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻസ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡ് എഴുതുമ്പോഴോ ഒക്കെ സാധാരണ നോർമലി വി സ്റ്റാർട്ട് ദ വേർഡ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പക്ഷെ ഇവിടെ അത് വളരെ കുറച്ച് മാത്രമേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, അതും എന്താണ് നമ്മൾ നെല്ലി വോങ് ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്. നോർമലി അത് ഒരു സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണല്ലോ. നമ്മളൊരു സെൻറ്റൻസ്, ഒരു പുതിയ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം എന്നുണ്ട്. സോ ഇതൊക്കെ ഒരു നമ്മളിങ്ങനെ വളരെ പരമ്പരാഗതമായിട്ട് നമ്മൾ പാലിച്ചു വരുന്ന, ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ പാലിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഹിയർ ഷീ ഡിസ്മാൻറ്റിൽസ് ഇറ്റ്. അത് ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് തകർത്തുകൊണ്ട് അത് അങ്ങനെ വേണ്ടല്ലോ, എന്തിനാണ് അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതേണ്ടടുത്ത് സംടൈംസ് ഷീ യൂസസ് സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ്, ദ അതർ ടെക്നീക്സ് എംപ്ലോയിഡ് ഇൻ ദ പോം ആർ ദാറ്റ് ഓഫ് എ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമേജറി ആൻഡ് റെപ്പറ്റീഷൻ. സോ ചില ടെക്നീക്സ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പറഞ്ഞേക്കുന്നത് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് ഉദ്ദേശിച്ചാൽ ആലങ്കരികമായ ചോദ്യം. അതായത് ഒരു തരം നേരിട്ടുള്ളൊരു ചോദ്യമല്ല ഇത്. കൃത്യമായ ഒരു ഉത്തരം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ചോദ്യത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. അതായത് ഇതിനെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. അതായത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആലങ്കരികപരമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആൻസർ, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഇമേജറി ഇമേജറി നമ്മൾ വിഷ്വൽ ഇമേജറി, അങ്ങനെ ഒത്തിരി ഇമേജറീസ്, ഓഡിറ്ററി ഇമേജറി, അത്തരം ഒത്തിരി ഇമേജസ് ഈ പോയത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് പോയം ഈസ് സ്പ്ലെൻഡിഡ് വിത്ത് ഇമേജറി ആൻഡ് റെപ്പറ്റീഷൻ ആവർത്തനം. അതായത് ഇവിടെ തന്നെ നമുക്കറിയാം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ലൈൻ ഒത്തിരി തവണ നമ്മുടെ ഈ പോയത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ ഈ പോയത്തിൽ ഉണ്ട്. സോ വെൻ ഐ വാസ് ഗ്രോയിങ് ആപ്പ് ഐ റെഡ് മാഗസീൻസ്. മറ്റൊരു സ്റ്റാൻസിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വെൻ ഐ വാസ് ഗ്രോയിങ് ആപ്പ് ഐ വാസ് പ്രൗഡ്. മറ്റൊരു സ്റ്റാൻസ തുടങ്ങുന്നത് വെൻ ഐ വാസ് ഗ്രോയിങ് ആപ്പ് ഐ ഹങ്കേർഡ്. സോ ഇൻ ദിസ് വേ ലൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമേജറി ഒത്തിരി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടെക്നീക്കും ഇതിൽ നെല്ലി വോങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സോ ലെറ്റ്സ് ബിഗിൻ ദ പോം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. സോ ഐ വുഡ് ലൈക്ക് ടു discuss the poem line by line. So here starts the poem. These are the initial lines. ആദ്യ സ്റ്റാൻസ അല്ലെങ്കിൽ ആദ്യ ലൈൻസ് ഇങ്ങനെയാണ്. Let's begin. I know now that once I longed to be white. How, you ask? Let me tell you the ways. When I was growing up, people told me I was dark and I believed my own darkness in the mirror, in my soul, my own narrow vision. See students, so ഈ രീതിയിലാണ് ഈ പോയം ബിഗിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സോ ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ് ടു ബി വൈറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വൺസ് ഐ ലോങ് ടു ബി വൈറ്റ്, വൺസ് പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പാസ്റ്റ് ആണ്. സോ നോട്ട് ഇൻ ദിസ് പ്രസൻറ്റ് ടൈമിലല്ല ഞാൻ വൈറ്റ് ആകാനായിട്ട് ലോങ് മീൻസ് ഐ വിഷ്ഡ്, ഞാൻ വൈറ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. വൺസ്, നോട്ട് നൗ. ഓക്കെ, ഐ യൂസ് ടു വിഷ് ടു ബി അല്ലെങ്കിൽ ടു ബിക്കം എ വൈറ്റ് ലേഡി, ഒരു വൈറ്റ് ഫിഗർ ആകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. നോട്ട് നൗ കേട്ടോ, ഇപ്പോഴല്ല. ഹൗ, യു ആസ്ക്, നിങ്ങൾ ചോദിക്കുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി എൻ എക്സാമ്പിൾ ഫോർ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ഹൗ, എങ്ങനെയായിരുന്നു? You just ask me.
ലെറ്റ് മീ ടെൽ യു ദ വേസ്. ഐ വിൽ ടെൽ യു ഇൻ ഡീറ്റെയിൽ. ഞാൻ നിങ്ങളോട് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഞാൻ ഏതൊക്കെ രീതിയിലാണ് വൈറ്റ് ലേഡിയാകാൻ, വൈറ്റ് സ്കിന്നുള്ള ഉടമയായിട്ട് മാറാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ഐ വിൽ ടെൽ യു. പ്ലീസ് ബി പേഷ്യൻറ്റ്, ബി വെയിറ്റ്. ഓക്കെ, ഐ വിൽ ടെൽ യു. സി, ഇവിടെ തന്നെ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അതൊരു വേർഡ് മാത്രമല്ല, അതൊരു കൾച്ചറാണ്. അത് ആക്ച്വലി ഒരു മെജോറിറ്റി കൾച്ചറാണ്, ഡോമിനൻ്റ് കൾച്ചറാണ് ദാറ്റ് പ്രിവാലൻറ്റ് ഇൻ അമേരിക്ക സ്റ്റിൽ നവ്. സോ ഇവിടെ ഏത് മറ്റ് കമ്മ്യൂണിറ്റി അവിടേക്ക് പോയാലും ഇത്തരത്തിലുള്ളൊരു വിഷയം, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാവും. അയ്യോ, ഞാനൊന്ന് വൈറ്റ് ആയിരുന്നില്ലെങ്കിൽ, ഞാൻ വൈറ്റ് സ്കിൻ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് നെല്ലി വോങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് വെൻ യു ബിക്കം എ വൈറ്റ് ഫിഗർ, വൈറ്റ് സ്കിന്നിനുള്ള ഒരു ഉടമയാകുമ്പോൾ ആക്ച്വലി യു ആർ ആക്ച്വലി ബിക്കം എ highly privileged one. You belong to a privileged group. നിങ്ങൾ ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പിലേക്ക് മാറുകയാണ്. മാത്രമല്ല, അത്തരം പ്രിവിലേജസ്, അത്തരം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിഷയമായിരിക്കും സൊസൈറ്റിയിലൊരു സ്പെഷ്യൽ പ്ലേസ് അല്ലെങ്കിൽ സ്പേസ്, നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകും എന്നൊക്കെ കണ്ടിട്ടായിരിക്കാം ഞാൻ once I desired to become a white figure. Okay. So, I will tell you how much I desired to become a white woman, the ways. Let me tell you the ways. I will tell you. When I was growing up, people told me, സോ ഞാൻ വളർന്നു വരികയായിരുന്നപ്പോൾ, എൻ്റെ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്കൊക്കെ വരുമ്പോൾ people, maybe my relatives, my neighbors, my friends told me, shared the real thing, the reality. കൂടെ ഉള്ളവർ, നൈബേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സൊക്കെ എന്നോട് ഈ റിയാലിറ്റി പറഞ്ഞു. എന്താണ്? ഐ വാസ് ഡാർക്ക്. വെൻ they compared with my skin color, I was dark. ഞാൻ വളരെ ഡാർക്കാണ്. ആൻഡ് ഐ ബിലീവ്ഡ് മൈ ഓൺ ഡാർക്ക്നെസ്. ഞാനും എന്ത് ചെയ്തു? ഗ്രാജുവലി ഐ ബിലീവ്ഡ് ദാറ്റ് ഐ വാസ് ആക്ച്വലി എ ഡാർക്ക് ലേഡി, എ ഡാർക്ക് ഫിഗർ. മേ ബി ഇവിടെ സെക്കൻഡ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് മേ ബി ആ ഒരു ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ് ആയിരിക്കാം. അതായത് അറിവില്ലായ്മയുടെ ഒരു അന്ധകാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രായത്തിൽ, അതായത് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് കമ്പയർ ചെയ്യുക, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക. എൻ്റെ സ്കിൻ ശരിയല്ല, എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ തലമുടി നീളം അല്ലെങ്കിൽ ചുരുണ്ടത്, നീണ്ടുപോയത്, ഇങ്ങനെയൊക്കെ നമ്മളെന്ത് ചെയ്യും? ഒരു തരം അറിവില്ലായ്മയാണ്. സോ അറിവില്ലായ്മയുടെ അന്ധകാരമായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. മേ ബി ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ് എനിക്കുണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ കരുതി ഐ വാസ് ആക്ച്വലി ടോട്ടലി എ ഡാർക്ക് ഫിഗർ. സോ അറ്റ് ദ സെയിം ടൈം ഈ ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു തോട്ട്, ഷീ കുഡ് നോട്ട് അക്സെപ്റ്റ് ഹെർ കംപ്ലക്ഷൻ, ഷീ കുഡ് നോട്ട് അക്സെപ്റ്റ് ഹെർ സ്കിൻ കളർ. ആ സ്കിൻ കളർ ഒട്ടും എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. Okay, in the mirror, so when I looked onto the mirror, I can see my body, even though that was not so dark. അത് അത്രത്തോളം ഡാർക്കൊന്നും അല്ലായിരുന്നു, അതെനിക്കും അറിയാം. ബട്ട് ഞാൻ ബിലീവ് ചെയ്തു ഇൻ മൈ സോൾ, എൻ്റെ ചിന്തയിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ പോലും. അപ്പോൾ അത്രത്തോളം ആഴ്ന്നിറങ്ങിയ ഒരു സംഗതിയായിട്ട് മാറി. എന്ത്? ഐ വാസ് ടോട്ടലി ഡാർക്ക് എന്നുള്ള ഒരു ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ അന്ധകാരം അല്ലെങ്കിൽ അറിവില്ലായ്മ എൻ്റെ ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിന്ന്. സോ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ചിരിയോ ഒക്കെ തോന്നുന്നുണ്ടാകാം എന്നായിരിക്കാം ഇവിടെ പറയുന്നത്. ഇൻ ദ മിറർ ഇൻ മൈ സോൾ മൈ ഓൺ നാരോ വിഷൻ. ദാറ്റ് ടൈം ഐ ഹാഡ് എ നാരോ വിഷൻ. നാരോ, യു നോ, ദ ഓപ്പോസിറ്റ് ഓഫ് ബ്രോഡ്. അപ്പോൾ ബ്രോഡ് മീൻ വിശാലമായ കാഴ്ചപ്പാട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നാരോ, ഇടുങ്ങിയ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഐ വാസ് ഡാർക്ക്. സോ ആക്ച്വലി നാരോ വിഷൻ എന്ന് ഉപദേശിക്കുന്നത് ഇറ്റ് ഷോസ് അവർ സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിരുന്നു. അതായത് തൻ്റെ മനോഭാവം, തന്നോടുണ്ടായിരുന്ന മനോഭാവം വളരെ നെഗറ്റീവായിരുന്നു, വളരെ നാരോ ആയിരുന്നു. അതായത് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മേ ബി നെല്ലി വോങ്ങിൻ്റെ ബാല്യകാലത്തും കൗമാരകാലത്തും ഉണ്ടായിരുന്നു. ബിക്കോസ് ഷീ വാസ് ആക്ച്വലി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ വൈറ്റ് ഡോമിനൻറ്റ് കൾച്ചർ. ഒരു വൈറ്റ് വെള്ളക്കാരുടെ ആധിപത്യമുള്ള ആ സംസ്കാരത്തിലായിരുന്നത് കൊണ്ട് ഷീ ഹാഡ് സം കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി
കോംപ്ലക്സ്, ഒരു അപകർഷതാബോധം ബാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. മേ ബി അതുകൊണ്ടാണ് ഇവിടെ ഈ നാരോ വിഷൻ എന്ന് പറയുന്നതിന് ആ വേർഡ് ഇവിടെ വച്ചേക്കുന്നത്. സോ ആ നാരോ വിഷനെ നമുക്ക് പല രീതിയിൽ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നുണ്ട്. മനോഭാവം ദരവസോ നെഗറ്റീവായിരുന്നു. മാത്രമല്ല ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആ സമയത്ത് നെല്ലി വോങ്ങിനെ ബാധിച്ചിരുന്നു, ഒരുതരം അപകർഷത ബോധം. സോ ഐ ഹോപ്പ് you got these lines meanings എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, so this time I would like to associate the poet's or the narrator's situation of this poem with another personality. ഞാൻ ഇവിടെ ഈ നാരേറ്റർ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ ഞാൻ നമ്മുടെ ലോകത്തുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. You know the legendary dancer Michael Jackson. Yes. Though he was a world-renowned dancer, though he had millions and billions of fans, he himself was actually suffering from a sense of inferiority complex. Okay. That is, his skin color was actually black. അതൊന്ന് മനസ്സിലാക്കുക. മൈക്കിൾ ജാക്സൻ്റെ സ്കിൻ കളർ എന്ന് പറഞ്ഞത് ആക്ച്വലി ബ്ലാക്ക് ആണ്. സിൻസ് ഹി ബിലോങ് ടു ആൻ ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റി. നമ്മൾ ചൈനീസ് അമേരിക്കൻ എന്ന് പറയുന്നത് പോലെ മൈക്കിൾ ജാക്സൻ്റെ ആൻസസ്റ്റേഴ്സ് ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റിയാണ്. ഹി ഓൾസോ ബിലോങ് ടു ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റി. So his skin color was actually black. He had a sense of bad feeling about his skin color. തൻ്റെ സ്കിൻ കളറിനെ കുറിച്ചൊരു ബാഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ നെല്ലി വോങ് പറഞ്ഞതുപോലെ ഒരു ഡേർട്ടി ആണ് എന്നുള്ളൊരു ചിന്തയൊക്കെ മൈക്കിൾ ജാക്സന് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. And he tried to change his skin color in many ways. He tried to change his skin color. തൻ്റെ സ്കിൻ കളർ എങ്ങനെയൊക്കെ ഒന്ന് മാറ്റാനായിട്ട്, അത് വൈറ്റ് ആക്കാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്, വൈദ്യശാസ്ത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഈവൻ he did plastic surgeries to change his skin color. ഒത്തിരി പ്ലാസ്റ്റിക് സർജറീസ് ചെയ്തിരുന്നു തൻ്റെ മുഖത്തും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ. കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു ഓൾട്ടർ ഹിസ് സ്കിൻ കളർ, ആ ബ്ലാക്ക് ഒന്ന് മാറ്റി വൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ ജാക്സൺ. സോ ഒരുതരം ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് ഉടമയായിരുന്നു മൈക്കിൾ ജാക്സൺ. ഇതും ഒരുതരം ഐഡൻറ്റിറ്റി ക്രൈസിസ് മൈക്കിൾ ജാക്സൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അത് വല്ലാണ്ട് മൈക്കിൾ ജാക്സനെ ബാധിച്ചിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ പോയമായിട്ട് ബന്ധമില്ല, പോയത്തിൻ്റെ ഒരു ലൈൻസിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ബട്ട് ജസ്റ്റ് ടു ഗെറ്റ് മോർ ഐഡിയ, അതുകൊണ്ട് മാത്രം ഒന്ന് ആഡ് ചെയ്തതാണ്. ഓക്കെ, so anyway students, keep this thing in your mind that all colors are beautiful. All colors are beautiful. To be continued. Have a happy online learning time. Bye bye.